ഈ എറയിൽ IT ഫീൽഡിൽ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കില്ല് സെറ്റ് ചെയ്യുന്ന സീരീസിന്റെ എപ്പിസോഡ് 3 എല്ലാവർക്കും വെൽക്കം. നമ്മൾ കഴിഞ്ഞ 2 പാർട്ടില് ബേസിക് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമിലെ ബേസിക് കോൺസെപ്റ്റ്സും അത് യൂസ് ചെയ്ത് പല പ്രോഗ്രാമും ചെയ്ത് നോക്കി. ഈ ചലഞ്ചിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഐ ബട്ടണിൽ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് കൊടുത്തേക്കാം, അതുകൊണ്ട് വേണം നിങ്ങൾ കണ്ടു തുടങ്ങാൻ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു യൂസറിന്റെ ഇൻപുട്ട് എടുക്കാനും അത് യൂസ് ചെയ്ത് കറക്റ്റ് യൂസർ നെയിം ആണോ കറക്റ്റ് പാസ്വേഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണത് ചെയ്തായിരുന്നു. നമ്മൾ അവിടെ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു, യൂസർ പാസ്വേഡ് തെറ്റിച്ചടിച്ച ഓൺ ദ സ്പോട്ട് കോഡ് എക്സിറ്റ് ആവുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ കോഡ് ക്ലോസ് ആവുന്നുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും റൺ ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും പാസ്വേഡ് റീട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഇന്നിവിടെ സോൾവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലൂപ്പ്. എന്തിനാണ് ലൂപ്പ്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, റിപ്പീറ്റേഷന് വേണ്ടിയാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഹലോ എന്ന് 10 പ്രാവശ്യം ഒരു യൂസറിന് ഔട്ട്പുട്ട് കൊടുക്കണം, നമ്മൾ 10 ലൈന് പ്രിന്റ് എഴുതുന്നതിന് പകരം ലൂപ്പ് എഴുതാം. അപ്പൊ ലൂപ്പ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് ബേസിക്കലി നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ലൂപ്പ് എന്ന് പേര് കൊടുത്തു. യൂഷ്വലി ഇപ്പൊ നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുക. ലൈക്ക് ഹലോ എന്നുള്ള ഈ ഒരു കമാൻഡ് തന്നെ നമ്മളൊരു 2, 3, 4 പ്രാവശ്യം റൺ ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, ഇത് റൺ ചെയ്യുമ്പോൾ 4 പ്രാവശ്യം ഹലോ വന്നു. പക്ഷേ ലൂപ്പ് യൂസ് ചെയ്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വൈൽ ലൂപ്പാണ്. അത് ഞാൻ എൻ്റെ ഒരു സിൻടാക്സ് ഒന്ന് എഴുതാം. ഞാൻ എൻ്റെ ബേസിക് സിൻടാക്സ് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റണ്ണ് കൊടുത്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഫസ്റ്റത്തെ 4 എണ്ണം ഒന്ന് ഞാൻ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം, അത് റൺ ചെയ്യാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ജസ്റ്റ് റണ്ണ് കൊടുക്കുന്നു, 3 പ്രാവശ്യം ഹലോ വന്നു. ഇത് എങ്ങനെയാണ് ഈ കോഡ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ വൈൽ ലൂപ്പ് എന്നാണ് പറയുന്നത്. ലൂപ്പ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ലൂപ്പ് ഉണ്ട്, പക്ഷേ ബേസിക് ആയിട്ട് ഇപ്പൊ നമ്മൾ വൈൽ ലൂപ്പാണ് നോക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് വൈൽ എന്ന് എഴുതാം, ജസ്റ്റ് വൈൽ ലൂപ്പ് ആണെന്ന് മെൻഷൻ ചെയ്യാനാണ്. പിന്നെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് 1 എന്നുള്ളൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വൈൽ ലൂപ്പിന് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഈ ലൂപ്പ് ഇങ്ങനെ ലൂപ്പായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ ട്രൂ ആവണം. ഓക്കെ, കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അതായത് ഡബിൾ ഈക്വൽ, അതായത് ഈക്വൽ ഇട്ട് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ ഓക്കെ ആണെങ്കിൽ ട്രൂ വരും, അല്ല 2 മാച്ച് ആവണില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഫാൾസ് വരുമെന്ന് മനസ്സിലാക്കിയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈക്വൽ ഓപ്പറേറ്റർ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ഓപ്പറേറ്റർ ആണ്. ഇതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യൂസ് ചെയ്യാം, നോട്ട് ഈക്വൽ ടു യൂസ് ചെയ്യാം. നോട്ട് ഈക്വൽ ടുവിന് ഇതുപോലെ എക്സ്ക്ലമേഷൻ ആണ് നോട്ട് ഈക്വൽ ടുവിന് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴെല്ലാം ശരിയാവാം, ഒന്നി 3യോ അല്ലെങ്കിൽ 3ന് താഴെയുള്ള ഏത് നമ്പർ കൗണ്ടിൽ വന്നാലും അത് ട്രൂ ആണ് അല്ലെ. ഇപ്പോൾ കൗണ്ടിന് 1 ആണ് വാല്യൂ. ഫസ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കൗണ്ടിന് 1 ആയി വാല്യൂ. അതിനുശേഷം വൈൽ ലൂപ്പിലോട്ട് വന്നപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, എന്താണ് കൗണ്ട് 1 ആണ്, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്, അത് ട്രൂ ആണ്. ആബ്സല്യൂട്ട്ലി ഇതിന്റെ അകത്തുള്ള കോഡ് വർക്ക് ചെയ്യും. ഇതിന്റെ അകത്തുള്ള കോഡ് എന്താണ്, പ്രിന്റ് ഹലോ. ഒരു പ്രാവശ്യം ഹലോ പ്രിന്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ കൗണ്ടിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ട് നേരത്തെ 1 ആയിരുന്നല്ലോ, ഇനി നമ്മൾ കൗണ്ടിന്റെ വാല്യൂ ഈ വൈൽ ലൂപ്പിന്റെ അകത്ത് വെച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു. കൗണ്ട് അസൈൻസ് കൗണ്ട് +1, അതായത് നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ളതായിരിക്കും ആദ്യം വർക്ക് ചെയ്യുക. ഇതൊന്ന് നോക്കിയേ, കൗണ്ട് +1, കൗണ്ടിന്റെ വാല്യൂ എത്രയാ, 1 ആണ്. അപ്പോൾ കൗണ്ടിന്റെ വാല്യൂ 1 ഇവിടെ വരുന്നു, +1, 1 + 1 2 അല്ലേ. അപ്പൊ അങ്ങനെ കൗണ്ടിന്റെ വാല്യൂ ഇവിടെ 2 ആവും. വീണ്ടും ഈ കോഡ് ഇതിലോട്ട് വരും. അതിനുശേഷം ഇവിടെ കൗണ്ടിന്റെ വാല്യൂ അപ്പോഴ് 2 ആയിരിക്കും. 2 ആയിരിക്കണ സമയത്ത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 നോക്കുമ്പോൾ ട്രൂ ആണല്ലോ, ആബ്സല്യൂട്ട്ലി ട്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും പ്രിന്റ് ആവും. അങ്ങനെ 3 പ്രാവശ്യം റൺ ആവും, കറക്റ്റ് ആവും. ലാസ്റ്റ് 3ാമത്തെ പ്രാവശ്യം ഇത് അപ്ഡേറ്റ് ചെയ്ത് കൗണ്ട് എന്നുള്ളൊരു വാല്യൂ 4 ആക്കും. 4 ആക്കണ ടൈമിൽ ഇവിടെ 4 വരും. 4 വർക്ക് ചെയ്യത്തില്ല, കാരണം ഇവിടെ ഫാൾസ് ആയിരിക്കും വരണത്. ഇവിടെ ഫാൾസ് വരണത് കൊണ്ട് തന്നെ പിന്നെ കോഡ് എക്സിറ്റ് ആവും. ഇതാണ് നടക്കുന്നത്. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിന്റിൽ ഈ കൗണ്ട് ഒന്നും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം, അതും കൂടെ ഒന്ന് ഔട്ട്പുട്ട് ചെയ്ത് നോക്കാം. കൗണ്ടിന്റെ അകത്ത് വാല്യൂ അപ്ഡേറ്റ് ആവണമെന്നും കൂടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വൈലിന്റെ പുറത്ത് നമുക്ക് ഒന്ന് വൈൽ ലൂപ്പ് എൻഡഡ് എന്നും കൂടെ ഇവിടെ ഒരു പ്രിന്റ് കൊടുക്കാം, വൈൽ ലൂപ്പ് എൻഡഡ്. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് കോഡ് കാണാൻ പറ്റും. ആദ്യം വൈൽ ലൂപ്പ് കൗണ്ട് വാല്യൂ ആയിരുന്നപ്പോ ഹലോ എന്ന് പ്രിന്റ് ആയി, അതിന്റെ താഴെ കൗണ്ട് അപ്പൊ 1 ആണ്. അടുത്ത് ഹലോ എന്ന് പ്രിന്റ് ആയി എപ്പോ കൗണ്ടിന്റെ വാല്യൂ 2 ആയിരുന്നപ്പോ, അടുത്ത് ഹലോ കൗണ്ടിന്റെ വാല്യൂ 3 ആയിരുന്നപ്പോഴാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ലൂപ്പിന്റെ അകത്തുള്ള കോഡ് 3 പ്രാവശ്യം റൺ ആയതിനു ശേഷം വൈൽ ലൂപ്പ് എൻഡഡ് എന്ന് പറഞ്ഞ് 14ാമത്തെ ലൈൻ വർക്ക് ചെയ്തു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ എഴുതുന്നതാണ് എളുപ്പം, ഇങ്ങനെ എഴുതുന്നതാണ് എളുപ്പം. മേ ബി ചിലപ്പോൾ ഒരു 3 പ്രാവശ്യം പ്രിന്റ് ചെയ്യാൻ ഓക്കെയാണ്, പക്ഷെ എനിക്കൊരു 100 പ്രാവശ്യം ഒക്കെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 എഴുതിയിട്ട് റൺ ചെയ്താൽ മതി. കണ്ടില്ലേ, 100 പ്രാവശ്യം ഇത് പ്രിന്റ് ആയിട്ടുണ്ട്. ഇത്ര സിമ്പിൾ ആണ് ലൂപ്പ്. ഇനി നമുക്ക് ആ ലോഗിനിലുള്ള ആ ഒരു ഇഷ്യൂ ഒന്ന് ഫിക്സ് ചെയ്യാം. അതായത്
ലൂപ്പ് ലോഗിൻ എന്ന് നമുക്കൊരു ഫയൽ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ലൂപ്പ് ലോഗിൻ. ഇതിന്റെ അകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യൂസറിന്റെ ഒരു പാസ്വേഡ് എടുക്കുന്നു, കറക്റ്റ് ആവും വരെ ചോദിച്ചുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ജസ്റ്റ് കറക്റ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. കറക്റ്റ് പാസ്വേഡ് ജോബിൻ എന്നാണ്. ഓക്കെ, ഇനി യൂസറിന്റെ പാസ്വേഡ് ചോദിക്കണം. അതിനുവേണ്ടി യൂസർ എന്റേഡ് പാസ്വേഡ് സിൻസ് ഇൻപുട്ട് ആണ്, യൂസറിന്റെ ഇൻപുട്ട് ചോദിക്കാനാണ്. പ്ലീസ് എൻ്റർ യുവർ പാസ്വേഡ്. ഓക്കെ, യൂസറിന്റെ അടുത്ത് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യൂസറിന്റെ പാസ്വേഡ് യൂസർ എൻ്റേഡ് പാസ്വേഡിലോട്ട് സേവ് ആവും. അതിനുശേഷം നമുക്കിതൊന്ന് കമ്പയർ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡ് തെറ്റാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം, പാസ്വേഡ് തായോ പാസ്വേഡ് തായോ എന്ന്. അപ്പൊ നമുക്ക് ആ ഒരു ലോജിക് എഴുതാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ വൈൽ ലൂപ്പ് എഴുതുകയാണ്. ഈ പ്രാവശ്യം നമുക്ക് കൗണ്ട് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വൈൽ ലൂപ്പിന്റെ അകത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് പാസ്വേഡ് നോട്ട് ഈക്വൽ ടു യൂസർ എൻ്റേഡ് പാസ്വേഡ്. അപ്പോൾ വൈൽ ലൂപ്പിൽ നമ്മളിപ്പോ എഴുതുന്നത് കറക്റ്റ് പാസ്വേഡും യൂസർ എൻ്റേഡ് പാസ്വേഡും മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ നോട്ട് ഈക്വൽ ടു ആണ്, ഈക്വൽ ടു അല്ല. ഓക്കെ, നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ വീണ്ടും യൂസറിന്റെ അടുത്ത് ഇത് ചോദിക്കുക. ഓക്കെ, വീണ്ടും യൂസറിന്റെ അടുത്ത് ചോദിക്കാൻ സെയിം കോഡ് തന്നെ ഇവിടെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. യൂസർ എൻ്റേഡ് പാസ്വേഡ് അസൈൻ ഇൻപുട്ട് പ്ലീസ് എൻ്റർ യുവർ പാസ്വേഡ്. ഈ ഒരു വേരിയബിളിലോട്ട് നമുക്ക് ഡേറ്റ വീണ്ടും അസൈൻ ചെയ്യാൻ പറ്റും, നമ്മളിങ്ങനെ ഈക്വൽ ടു ഇടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മളിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. റൺ ചെയ്യണതിന് മുമ്പ് നമുക്ക് ഒരു കോഡും കൂടെ എഴുതാം. അഥവാ ഇനി വൈൽ ലൂപ്പിന്റെ അകത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, പാസ്വേഡ് കറക്റ്റ് ആണെന്നാണ് അല്ലേ. അപ്പോൾ അതൊന്ന് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. യുവർ പാസ്വേഡ് ഈസ് കറക്റ്റ്. ഇനി ഇതൊന്ന് റൺ ചെയ്യാം. പാസ്വേഡ് അടിക്കാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് തെറ്റായിട്ടുള്ള പാസ്വേഡ് അടിച്ചു. എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്. എത്ര തെറ്റായിട്ട് അടിച്ചാലും ഇത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആകെ 2 പ്രാവശ്യം മാത്രമേ പ്ലീസ് എൻ്റർ യുവർ പാസ്വേഡ് ചോദിക്കണുള്ളൂ. പക്ഷേ എത്ര പ്രാവശ്യം ഇങ്ങനെ പാസ്വേഡ് തെറ്റിച്ചടിച്ചാലും ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ കറക്റ്റ് ആക്കും വരെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി ഇവിടെ ഞാൻ കറക്റ്റ് പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്യാം. കണ്ടില്ലേ, യുവർ പാസ്വേഡ് ഈസ് കറക്റ്റ്. അതുപോലെ തന്നെ കോഡ് കംപ്ലീറ്റും ആയിട്ടുണ്ട്. ഇത്രയുള്ള സംഭവം. ഇനി യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആവുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കാനുള്ള കോഡിന് വേണ്ടി നമുക്ക് ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താം. അപ്പോൾ പാസ്വേഡ് മാത്രമാണ് ആൾറെഡി കറക്റ്റ് ആയിട്ടുള്ളത് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി കറക്റ്റ് യൂസർ നെയിമും കൂടെ ഒന്ന് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. ജസ്റ്റ് ജോബിൻ സെൽവാനോസ് പറഞ്ഞ് ജസ്റ്റ് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്വേഡും സ്റ്റോർ ചെയ്യുന്നു. പാസ്വേഡ് എല്ലാം നല്ല സിമ്പിൾ ആണല്ലേ. അപ്പോൾ പാസ്വേഡും സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് ആൾറെഡി എഴുതിയ ഈ ഒരു കോഡ് നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അത് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നില്ല, വേറൊരു രീതിയിലായിരിക്കും ബാക്കിയുള്ള കോഡ് എഴുതാം. അപ്പൊ ജസ്റ്റ് ഒന്ന് അത് താഴോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യാം. ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു വേരിയബിളിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്യണേനാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലോഗിൻഡ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫാൾസ് എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്തു. ഇതിന്റെ അർത്ഥം എന്താ, ഇപ്പം യൂസർ ലോഗിൻഡ് അല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഒരു വൈൽ ലൂപ്പ് എഴുതാം. വൈൽ ലൂപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ഈ ലോഗിൻഡ് ഫാൾസ് ആണോ എന്നാണ്. കാരണം ഇപ്പോ ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നടക്കുന്നത് ഈ ലോഗിൻഡ് ഫാൾസ് ആണ്. ഫാൾസ് ആയതുകൊണ്ട് ഫാൾസും ട്രൂ ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പുറത്തും ഫാൾസ് ഇപ്പുറത്തും ഫാൾസ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിടത്തും ഫാൾസ് അല്ലേ. അപ്പോൾ ഈ ഒരു വാല്യൂ ട്രൂ എന്നുള്ള രീതിയിലാവും വൈൽ ലൂപ്പ് വർക്ക് ചെയ്യും. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇനി ലോഗിൻ ആവുന്ന ടൈമിൽ നമുക്ക് ഈ വേരിയബിൾ വൈൽ ലൂപ്പിന്റെ അകത്തുനിന്ന് ട്രൂ എന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ലോഗിൻ ഇനി നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ചെയ്തു. അതിനുശേഷം ഈ ലോഗിന്റെ ട്രൂ എന്ന് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വൈൽ ലൂപ്പ് റൺ ചെയ്യണത് നിന്നോളും. ഇവിടെ ഒരു കൗണ്ട് അല്ല, ആക്ച്വലി എത്രമാത്രം പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അതുകൊണ്ടാണ് കൗണ്ട് എന്നുള്ളൊരു വേരിയബിൾ ഒന്നും നമ്മൾ ഈ വൈൽ ലൂപ്പിൽ യൂസ് ചെയ്യാത്തത്. അപ്പൊ ഈ സ്ലോഗൻ എന്നുള്ളത് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണുണ്ട്. അതിന് പകരം നമുക്ക് ഇവിടെ നിന്ന് യൂസറിന്റെ ഇൻപുട്ട് എടുക്കാം. യൂസർ എൻ്റേഡ് യൂസർ നെയിം അസൈൻസ് ഇൻപുട്ടിന്റെ അകത്ത് എൻ്റർ യൂസർ നെയിം. ഓക്കെ, അതിനുശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. യൂസർ എൻ്റേഡ് പാസ്വേഡ് അസൈൻസ് ഇൻപുട്ട് ഡബിൾ കോട്ട്സ് എൻ്റർ പാസ്വേഡ്. ഓക്കെ, ഇവിടെ ഒരു വൈറ്റ് സ്പേസ് ഉണ്ട്, നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇനി നമുക്ക് ഇത് കമ്പയർ ചെയ്ത് നോക്കാം. ഇഫ് യൂസർ നെയിം ഫസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. യൂസർ എൻ്റേഡ് യൂസർ നെയിം ഇതൊന്ന് ഞാൻ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക? ഈക്വൽ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു യൂസർ നെയിമോട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഫ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കോളൻ ഇടുന്നു, എൻ്റർ ചെയ്യുന്നു. ഇനി ഇഫ് കേസിന്റെ അകത്ത് എന്താ, നമ്മൾ ആൾറെഡി ഇതെല്ലാം നോക്കിയ ലോജിക്സ് ആണ്. അപ്പൊ ഇനി യൂസർ നെയിം കറക്റ്റ് ആയ ഇനി അടുത്ത് എന്താ നോക്കേണ്ടത്? പാസ്വേഡ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതിനുവേണ്ടി അടുത്ത ഇഫ് എഴുതുന്നു. നമ്മൾ അതിൽ പാസ്വേഡ് കറക്റ്റ് ആണോ എന്ന് നോക്കും. യൂസർ എൻ്റേഡ് പാസ്വേഡ് ഈക്വൽസ് കറക്റ്റ് പാസ്വേഡ് ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നു. ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ എന്താണ് നടക്കേണ്ടത്? കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യുക യു ഹാവ് സക്സസ്ഫുള്ളി ലോഗ്ഡ് ഇൻ അല്ലെ, പെർഫെക്റ്റ് അല്ലേ. ഇനി ഈ ഒരു വേരിയബിളും കൂടെ അപ്ഡേറ്റ് ചെയ്യണം. ആ ഒരു ഫ്ലാഗ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിളും കൂടെ അപ്ഡേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ ലോഗിന്റെ ഈക്വൽ ടു ട്രൂ എന്നാകണം. ഈ ട്രൂവും ഫോൾസും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം കേട്ടോ. ട്രൂവിന്റെ ടിയും ഫാൾസിന്റെ എഫും ക്യാപിറ്റൽ ആയിരിക്കണം. ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വൈൽ ലൂപ്പ് വീണ്ടും കിടന്ന്
കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും കിട്ടിയാൽ പോലും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഇഫിന് എന്ത് എൽസ് എഴുതാൻ പറ്റും? ഈ ഇഫിന് നമുക്ക് എഴുതാൻ പറ്റുന്ന എൽസ് ആണ് പാസ്വേഡ് തെറ്റാണ്. അപ്പോൾ പാസ്വേഡ് റീ എൻട്രി ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രിന്റ് അതിൻ്റെ അകത്ത് യുവർ പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ്. കാരണം എന്താ, ഈ ഇഫ് ആണ് കണ്ടോ, ഇവിടെ പാസ്വേഡ് ആണ് നമ്മൾ കമ്പയർ ചെയ്യണത്. റീട്രൈ ചെയ്യാൻ പറയും, പ്ലീസ് റീട്രൈ. ഇനി നമുക്ക് ഈ ഇഫിന് എൽസ് കേസ് എഴുതണം. ഫസ്റ്റ് എഴുതിയ ഇഫിന് എൽസ് കേസ് എഴുതണം. എൽസിൽ ഈ എൽസ് ഇങ്ങോട്ട് വന്നു, ജസ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്ത് നമ്മൾ കറക്റ്റ് ഇതിന് നേരെ ആക്കാം. ഓക്കെ, ഇതിന് നേരെ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ എൽസിന് എഴുതാൻ പറ്റുന്നത് പ്രിന്റ് ഇട്ടിട്ട് ജസ്റ്റ് എന്താ യുവർ യൂസർ നെയിം. കാരണം ഈ ഇഫ് കമ്പയർ ചെയ്യണത് യൂസർ നെയിം ശരിയാണോ എന്നാണ്. യുവർ യൂസർ നെയിം ഈസ് ഇൻകറക്റ്റ്, പ്ലീസ് റീട്രൈ. ഓക്കെ, ഇനി നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്തു. യൂസർ നെയിം ഞാൻ കറക്റ്റ് ടൈപ്പ് ചെയ്തു, പാസ്വേഡും ഞാൻ കറക്റ്റ് ടൈപ്പ് ചെയ്തു. യു ഹാവ് സക്സസ്ഫുള്ളി ലോഗ്ഡ് ഇൻ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടെ റൺ ചെയ്തു. യൂസർ നെയിം തെറ്റിച്ചടിച്ചു, പാസ്വേഡും തെറ്റിച്ചടിച്ചു. എന്തോ എറർ വന്നു. എറർ വരാൻ കാരണം 17ാമത്തെ ലൈനിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. 17ാമത്തെ ലൈൻ നോക്കിയാലോ, പ്രിന്റിന് 2 T ഇട്ട് കൊടുത്തു. ഇങ്ങനത്തെ വണ്ടത്തരങ്ങളും പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ തെറ്റിച്ചടിച്ചു. യൂസർ നെയിം കറക്റ്റ് അടിക്കാം നമുക്ക്. യൂസർ നെയിം ഞാൻ കറക്റ്റ് അടിച്ചു, പാസ്വേഡ് തെറ്റിച്ചടിച്ചു. യുവർ പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ്, പ്ലീസ് ട്രൈ. എൻ്റെ അടുത്ത് വീണ്ടും യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ തെറ്റിച്ചടിച്ചു. വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. യൂസർ നെയിം തെറ്റിച്ചടിച്ചു, പാസ്വേഡ് കറക്റ്റ് അടിച്ചു. ഓക്കെ, ഇപ്പോൾ യൂസർ നെയിം കറക്റ്റ് ആക്കാൻ പറയണുണ്ട്. കണ്ടില്ലേ എത്ര സിമ്പിൾ ആണെന്ന് കണ്ടില്ലേ? പ്രോപ്പർലി അടിച്ചപ്പോൾ സക്സസ്ഫുള്ളി ലോഗിൻ ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. ഇനി ലൂപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോണ വേറൊരു പ്രശ്നമാണ് ഇൻഫിനിറ്റി ലൂപ്പ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരാം. അതിനുവേണ്ടി ഞാൻ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു വൈൽ ലൂപ്പ് എഴുതുന്നു, ഒരു വേരിയബിൾ എഴുതുക. ഓക്കെ, കൗണ്ട് ഈക്വൽസ് അസൈൻസ് 1. ഇവിടെ വയലിൻ്റെ അകത്ത് കൗണ്ട് ഈക്വൽസ് 1. ഇനി പ്രിന്റ് ഹലോ എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തെന്ന് വെച്ചോ. ഇനി ഇത് റൺ ചെയ്താൽ ഇത് നിൽക്കാതെ ഹലോ എന്ന് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. കോഡ് നിൽക്കുന്നില്ല, കണ്ടോ എത്ര ഹലോ എന്ന് പ്രിന്റ് ചെയ്യണമെന്ന് കണ്ടില്ലേ? കാരണം ഇതാണ്, ഒരിക്കലും കൗണ്ട് ഈക്വൽ ടു 1 എന്നുള്ളത് മാറാൻ പോണില്ല. അതിൻ്റെ അകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു കമാൻഡും ഇട്ടിട്ടില്ല. ഇതുപോലെ ഇൻഫിനിറ്റി ലൂപ്പ് വരാൻ സാധ്യത ഉണ്ട്. വന്നാൽ ചിലപ്പം സിസ്റ്റം കുറച്ച് സ്ലോ ആവാനൊക്കെ സാധ്യത ഉണ്ട്. ഇൻഫിനിറ്റി ലൂപ്പ് അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല, ചില യൂസേഴ്സിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ നേരത്തെ ചെയ്ത ഒരു ലൂപ്പ് ലോഗിന്റെ കോഡിലോട്ട് വരാം. അപ്പൊ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. എന്താണ്, ഈ ജോബിൻ സിൽവാനോസ് എന്ന് പറഞ്ഞാൽ ആകെ ഒരൊറ്റ യൂസറിനെ ഇത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊരു റിയൽ വേൾഡ് പ്രൊജക്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണോ? അല്ല, ഒരുപാട് യൂസേഴ്സിന് ലോഗിൻ ചെയ്യാൻ പറ്റണം. അവരെല്ലാവരും ഡേറ്റ വേണം. ഇപ്പം ഒരു യൂസറിന് തന്നെ 2 ലൈൻ ഓഫ് കോഡ് എഴുതേണ്ടി വന്നു. ഒരു 100 യൂസേഴ്സ് വന്നാൽ 100 ലൈൻ ഓഫ് കോഡ് എഴുതേണ്ടി വരുമോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. അതിന്റെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജസിൽ അതിനെ അറേ എന്നാണ് പറയുന്നത്. ആ കൺസെപ്റ്റ്സ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അപ്പൊ ഈ എപ്പിസോഡ് വരെ പഠിച്ച കോൺസെപ്റ്റ്സ് വെച്ചിട്ടുള്ള അസൈൻമെന്റ്സ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ജോബിൻ സിൽവാനോസ്. സ്റ്റേ ട്യൂൺഡ്.